നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള നന്മകൾ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ ഈശോ പറയുന്നുണ്ട്. വിളവിന്റെ സമയമായപ്പോൾ യജമാനൻ കൃഷിത്തോട്ടത്തിലേക്ക് ഭൃത്യന്മാരെ അയക്കും, വിളവ് ശേഖരിക്കാനും കൃഷിക്കാർക്ക് വേതനം നൽകാനായിട്ട്. എന്നാൽ കൃഷിക്കാർ ചെയ്യുന്നത് എന്താ? അയക്കപ്പെട്ട എല്ലാ ഭൃത്യന്മാരെ കൊല്ലുകയും നശിപ്പിക്കുകയും കൃഷിത്തോട്ടം സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം യജമാനൻ തന്റെ പുത്രനെ തന്നെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്, അവർ ബഹുമാനിക്കുമെന്ന് കരുതി. എന്നാൽ അവനെയും കൃഷിക്കാർ കൊല്ലുന്നുണ്ട്. അവസാനം യജമാനൻ എന്ത് ചെയ്യും? ഈ കൃഷിക്കാരെ പുറത്താക്കി ആ മുന്തിരിത്തോട്ടം വിശ്വസ്തരായ വേറെ കൃഷിക്കാർക്ക് നൽകും. ആ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അവർക്ക് വേല ചെയ്യാൻ കിട്ടിയ മുന്തിരിത്തോട്ടവും യജമാനൻ അയച്ച ഭൃത്യന്മാരിലൂടെയും തന്റെ സ്വന്തം മകനിലൂടെയും നൽകാൻ പോകുന്ന വേതനവുമാണ്. എന്നാൽ അവർക്ക് അതായിരുന്നില്ല വേണ്ടത്. അവർക്ക് വേണ്ടത് എന്താ? മുന്തിരിത്തോട്ടമായിരുന്നു. അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തെ അവർ സ്വീകരിച്ചില്ല. അതവർക്ക് നാശത്തിന് കാരണമായി. എന്നാൽ വിചാരിച്ചേക്കരുത് അനുഗ്രഹങ്ങൾ നാശമായി മാറുന്നു. ഇല്ല, അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് സ്വീകരിക്കുന്നവരിലേക്ക് ദൈവം കൈമാറ്റപ്പെടും.